ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ ഇരയുടെ മരണം ഏറെ ദുരൂഹത ഉണർത്തുന്നതാണ്. ഇരട്ടയാറിലെ വീട്ടിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പെൺകുട്ടിയെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ പെൺകുട്ടിയുടെ സുഹൃത്തായ യുവാവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. ഇയാളെ കട്ടപ്പന പോലീസ് ചോദ്യം ചെയ്തു. മരിച്ച പെൺകുട്ടിയുമായി യുവാവിന് ബന്ധമുണ്ടായിരുന്നുവെന്ന തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിതയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് സുഹൃത്തായ യുവാവിനെ കട്ടപ്പന പോലീസ് ചോദ്യം ചെയ്തത്. മരിച്ച യുവതിയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ചോദ്യം ചെയ്തത്. യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. എന്നാൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നറിയാനാണ് പോലീസ് സംസ്ഥാനത്തിന് പുറത്തായിരുന്ന യുവാവിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തത്. രണ്ടു വർഷം മുമ്പാണ് യുവതി പീഡനത്തിന് ഇരയായത്. ഈ കേസ് നടന്നു വരുന്നതിനിടെയാണ് യുവതി മരിച്ചത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിൽ വീടിനുള്ളിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അതിജീവിതയുടെ വീട് സന്ദർശിച്ചിരുന്നു. കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് കുറ്റമറ്റ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകുകയുമുണ്ടായി. ന്യൂസ് 18 ഇടുക്കി.